ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ ഇഫ്താർ കോംബോ ആണ്. ഇഫ്താർ അല്ലേ വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷൻ റെസിപ്പിയാണ്. എന്നും പത്തിരി, ചപ്പാത്തി, ദോശയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ നാടൻ ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോംബോ റെസിപ്പിയാണ് പാൽ കുഞ്ഞിപ്പത്തിരിയും ചിക്കൻ റോസ്റ്റും. ആദ്യം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീരും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സ്പെഷ്യൽ മസാല ഉണ്ടാക്കുന്നുണ്ട്. ഈ മസാലയാണ് ഈ റോസ്റ്റിന്റെ ടേസ്റ്റ്. 1 ടീസ്പൂൺ പച്ചമല്ലി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 ചെറിയ പീസ് കറുവാപ്പട്ട, 3 ഉണക്കമുളക്. ഇവയെല്ലാം പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ചൂടാക്കിയെടുത്താൽ മതി. കരിഞ്ഞു പോവാതെ നോക്കണം. കരിഞ്ഞു പോയ ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്പൈസസ് ഒക്കെ ചൂടായി കറിവേപ്പില വാടി വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഈ ടൈമിൽ നമുക്ക് റോസ്റ്റ് റെഡിയാക്കാം. പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 3-4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ഇട്ട് വഴറ്റിയെടുക്കണം. മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം എടുക്കാട്ടോ. ഇതിന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റൊന്നും വേണ്ട. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നേരത്തെ ചൂടാക്കി വെച്ച സ്പൈസസ് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് ഒന്നുകൂടി പൊടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ സവാളയൊക്കെ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് അധികം തക്കാളി വേണ്ട, 1 തക്കാളി തന്നെ മതിയാവും. ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി പൊടിച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. 2 മിനിറ്റ് ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ കുറച്ച് ടൈം കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ഈ സമയം ചിക്കനും ഒന്ന് നല്ലപോലെ കുക്കായിക്കോളും. ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഈ സമയം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ തീരെ വെള്ളം വേണ്ടാത്തവർ ഈ ടൈമിൽ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയാട്ടോ വേണ്ടത്. ഇതിലേക്ക് കുറച്ചധികം മല്ലിയിലയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ. നെയ്യിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ഇത് ചേർക്കണേ. ഇനി ഇത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ തിക്കാവട്ടോ. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയി നല്ലൊരു ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരിയിലേക്കും ചപ്പാത്തിയിലേക്കും നെയ്ച്ചോറിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇനി നമുക്ക് പാൽ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പൊടി വാട്ടിയെടുക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പത്തിരിപ്പൊടി നിങ്ങൾ സാധാരണ വീട്ടിൽ എല്ലാവർക്കും കൂടെ കഴിക്കാൻ എത്രയാണോ എടുക്കുന്നത് അത്രയും എടുത്താൽ മതി. ഞാനിവിടെ 4 കപ്പ് എടുത്തിട്ടുണ്ട്.
വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം എന്ന അളവിൽ വെള്ളം എടുത്താൽ മതി. വെള്ളം തിളക്കുമ്പോൾ പൊടി ഇട്ട് കൊടുക്കണം. പൊടി ഇട്ട ഉടനെ ഇളക്കാതെ ഇങ്ങനെ കുറേശ്ശെ ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വരും. 1 മിനിറ്റിന് ശേഷം പൊടി മൊത്തത്തിലൊന്ന് ഇളക്കിയാൽ മതി. ഇങ്ങനെ ചെയ്താൽ പൊടിയൊക്കെ നല്ലപോലെ വേവും കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഉള്ളൊന്ന് ചൂടൊന്ന് പോയാൽ മതി. ചെറു ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം. പൊടിയൊക്കെ തണുത്തതിന് ശേഷം കുഴച്ചാൽ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടൂല. അപ്പൊ ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ വെളിച്ചെണ്ണയോ ഓയിലോ പുരട്ടി ഒന്നുകൂടെ കുഴച്ചെടുക്കണം. അപ്പൊ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പത്തിരി പ്രസ്സിലാട്ടോ കുഞ്ഞി പത്തിരി ഉണ്ടാക്കുന്നത്. ചെറിയ ബോൾസ് ആക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ അധികം വട്ടം വേണ്ട, കാണാനൊരു ഭംഗി ഉണ്ടാവൂല. ഈ ഒരു വലിപ്പം മതി ട്ടോ. അതുപോലെ ചെറിയൊരു തിക്നെസ്സും വേണം. ഇനി പ്രസ്സിലല്ലാതെ ഇലയിലോ കവറിലോ ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് ഈസി അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി മാവേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. പകുതി നൈസ് പത്തിരി ആക്കുകയാണ്. ഞാൻ ആദ്യം നൈസ് പത്തിരി ചുട്ടെടുക്കുകയാണ്. ഇനി കുഞ്ഞിപ്പത്തിരി ചുട്ടെടുക്കാം. ഇത് നൈസ് പത്തിരി ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഞാൻ പാനിൽ പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പത്തിരിയുടെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. പത്തിരി എപ്പോഴും ആദ്യം ചൂടായ ഉടനെ തന്നെ ഒരു വശം മറിച്ചിടണം. ഈ വശം ഒന്ന് കുക്കായതിനു ശേഷം മറിച്ചിട്ടാ മതി. കുഞ്ഞിപ്പത്തിരി കനത്തിലല്ലേ പരത്തിയത്, അപ്പൊ ഒന്ന് വേവാനുണ്ടാവും. ആ വശവും വെന്താൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അതാ പത്തിരിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇനി പാൽപ്പത്തിരി റെഡിയാക്കാം. ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയോട് കൂടെയുള്ള പാലാട്ടോ വേണ്ടത്. 8-10 ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാവുമ്പോൾ ചെറിയുള്ളി മൂപ്പിച്ചെടുക്കണം. ഇത് നെയ്യിൽ തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നെയ്യ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ മാത്രം വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. ഇനിയുള്ളത് കഴിക്കുന്നതിന്റെ തൊട്ടു മുന്നേ ചെയ്താൽ മതി. കുഞ്ഞിപ്പത്തിരി ഞാൻ ഇതുപോലെ പ്ലേറ്റിൽ വെക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അവസാനം ഉള്ളി മൂപ്പിച്ച നെയ്യ് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാല് പത്തിരിയൊക്കെ കുതിർന്നു പോവും. അപ്പോൾ സെർവ് ചെയ്യുന്നതിന്റെ തൊട്ടു മുന്നേ ഇങ്ങനെ ചെയ്താൽ മതി.
ആ സമയം നെയ്യൊന്ന് ചൂടാക്കിയിട്ട് മുകളിലോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ 2 റെസിപ്പിയും അടിപൊളിയാട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച കുഞ്ഞിപ്പത്തിരിയിലേക്ക് ഈ ചിക്കൻ റോസ്റ്റ് കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ എക്സ്ട്രാ ഒരു പാത്രത്തിൽ വെക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ വേണ്ടവർക്ക് ഒഴിക്കാലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.